ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധമായി നോമ്പുകാലത്തിൻ്റെ 9-ാം ദിവസമായ ഇന്ന് എന്നോടൊപ്പം സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു എന്ന് സങ്കീർത്തനങ്ങൾ 107:20 നാം വായിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥനകളിലേക്ക് കടക്കാം. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനങ്ങൾ 26, 27, 28 എന്നീ അധ്യായങ്ങളാണ്. സ്നേഹപൂർവ്വം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനവായനയിലേക്ക് കടക്കാം. സങ്കീർത്തനങ്ങൾ 26. നിഷ്കളങ്കന്റെ പ്രാർത്ഥന. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു, ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല. വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു. ഈ ജന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവെ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വഹിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്തോത്രം ആലപിക്കും. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ. രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും. അവരുടെ കയ്യിൽ കുതന്ത്രങ്ങളാണ്, അവരുടെ വലത്ത് കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. സങ്കീർത്തനങ്ങൾ 27. കർത്താവിൽ ആശ്രയം. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം അരുളും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. 28-ാം സങ്കീർത്തനം. കർത്താവെ, സഹായിക്കണമേ.
ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷയായ അങ്ങ് എനിക്ക് നേരെ ചെവിയടയ്ക്കരുതേ. അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും. അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴയ്ക്കരുതേ. അവർ അയൽക്കാരനോട് സൗഹൃദത്തിൽ സംസാരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ. അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ. അവർക്ക് തക്ക പ്രതിഫലം നൽകണമേ. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലയെയും പരിഗണിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച അവിടത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. സങ്കീർത്തനങ്ങൾ 29. ദാവീദിന്റെ സങ്കീർത്തനം. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വപൂർണമായ